ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫർഹാസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള മുഗളൈ ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് പരിചയപ്പെടുത്തി തരാം. വീഡിയോ മുഴുവനായും കാണണം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ ബെല്ലൈക്കണൂടെ പ്രസ് ചെയ്യണം. എന്നാലേ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കൂ. എൻ്റെ ഈ എളിയ സംരംഭത്തെ നിങ്ങളെല്ലാവരും വിജയിപ്പിക്കണം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുഗളൈ ചിക്കൻ കറി തയ്യാറാക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 kg ചിക്കനാണ്. ചിക്കൻ കഴുകി വൃത്തിയാക്കിയതാണ്. വലിയ ചിക്കൻ പീസുകളായതുകൊണ്ട് തന്നെ മുകളിലൊന്ന് വരിഞ്ഞു കൊടുത്തിട്ടുണ്ട്, മസാല എല്ലാം ഇറങ്ങാൻ വേണ്ടി. ഇനി ഇതിലേക്ക് 2 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ 2 പച്ചമുളക്, 2 പീസ് ചെറിയ പീസായിട്ടുള്ള ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇഞ്ചി നീളത്തിലരിഞ്ഞാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 20 ആൽമണ്ട് എടുത്തിട്ടുണ്ട്, കസൂരി മേത്തി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇനി ഇതിലേക്ക് ആവശ്യമായത് 2 ടീസ്പൂൺ മല്ലി, പച്ചമല്ലിയാണ് എടുത്തിട്ടുള്ളത്, അതുപോലെ 2 ടീസ്പൂൺ കുരുമുളക്, 2 ചുവന്ന മുളകാണ്, അതുപോലെ 2 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത്, ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം, അതുപോലെ ജീരകം, ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ മസാലകളൊന്ന് നമുക്ക് വറുത്തെടുക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ആൽമണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അഥവാ ബദാം, മല്ലി ചേർത്ത് കൊടുക്കാം, വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം, അതുപോലെ ഈ ഗ്രാമ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കണം. ഈ കറിയുടെ ഒരു ടേസ്റ്റും ഈ മസാലകളാണ്. ഇതെല്ലാം വറുത്ത് പൊടിച്ചതിൻ്റെ നല്ലൊരു ഫ്ലേവറാണ് ഈ കറിക്ക് ഉണ്ടാവുക. എല്ലാം നന്നായി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഇത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. എല്ലാം ഒന്ന് നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇതിലെ ചൂടെല്ലാം പോയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈരാണ് വേണ്ടത്. അത് ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അതുപോലെ 1/2 കപ്പ് പാലും. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായി മുളക് പൊടി, തൈര്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി ഈ ചിക്കൻ പീസിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മൾ വറുത്ത് പൊടിച്ചെടുത്ത മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനിലേക്ക് ഈ മസാല ചേർത്ത് കൊടുക്കുന്നത് ഈ മസാലയുടെ ഒരു ടേസ്റ്റ് നന്നായി പിടിക്കാനാണ്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ബാക്കി വന്ന തൈര് ഇനി കറിയിലേക്കാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി 1/4 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ എരിവനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കനിൽ എല്ലാ ഭാഗത്തും നന്നായി മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് 15 മിനിറ്റ് വെക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച 2 വലിയ ഉള്ളിയാണ് അരിഞ്ഞെടുക്കുന്നത്. ഉള്ളി നീളത്തിൽ കനം കുറഞ്ഞാണ് അരിഞ്ഞെടുക്കേണ്ടത്. ഇനി ഇതൊന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം. ഉള്ളിയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചിയും ഇതുപോലെ കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഇനി ഒരു കടായി വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ഗീ ആണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഓയിലാണെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി വഴറ്റണം. ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന രൂപത്തിലാക്കി നല്ല ബ്രൗൺ കളറിലാക്കി എടുക്കണം. ഉള്ളി ഒന്ന് ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയും വഴറ്റിയെടുക്കണം. നല്ല ബ്രൗൺ കളറാക്കി എടുക്കാം. ഉള്ളി കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുള്ളത് തന്നെ ഒന്ന് പെട്ടെന്ന് ബ്രൗൺ കളറായി
നല്ല മുരിഞ്ഞ് കിട്ടാനാണ്. ഉള്ളി ഇതാ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരിയെടുത്ത് ഒന്ന് മാറ്റി വെക്കാം. ഉള്ളി ഫ്രൈ ചെയ്തെടുത്ത ഇതേ ഗീയിലാണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കനും ഇട്ട് കൊടുക്കുന്നത്. ഈ ചിക്കന് ഒരു വശം ഒന്ന് മുരിഞ്ഞതിന് ശേഷം ഒന്ന് നമുക്ക് മറിച്ചിടാം. കൂടുതൽ ഫ്രൈ ആകേണ്ട ആവശ്യമില്ല. ചിക്കൻ്റെ ഒരു വശം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഈ ചിക്കനിലേക്ക് നേരത്തെ വറുത്ത് പൊടിച്ചു വെച്ച മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. പൊടിച്ചു വെച്ച മുഴുവൻ മസാല പൗഡറും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 kg മുഗ്ലൈ ചിക്കൻ കറിയിലേക്കുള്ള മസാലയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി മസാല ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യണം. ഈ പൗഡർ എല്ലാ ഭാഗത്തും ചിക്കനിൽ എത്തുന്ന രീതിക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലൊന്ന് തിള വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് പാലാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ചിക്കൻ പീസെല്ലാം ഒന്ന് വേവാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് 2 ഭാഗവും ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. കറി ഇതാ നന്നായി തിളക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കാം. കറി നന്നായി തിളക്കുമ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഇനി ഇത് മീഡിയം ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കവർ ചെയ്ത് വെക്കണം. ഉള്ളിയെല്ലാം ഒന്ന് നന്നായി തിളച്ചതിന് ശേഷമാണ് നമ്മൾ കവർ ചെയ്ത് വെക്കുന്നത്. ഒരു 10 മിനിറ്റാണിത് കവർ ചെയ്ത് വെക്കേണ്ടത്. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. നല്ല സ്മെല്ലാണ്, കറി തിളക്കുമ്പോഴുള്ള നല്ല സ്മെല്ലാണ് വരുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്നുകൂടെ വറ്റിച്ചെടുക്കണം. നന്നായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മേത്തി ലീവ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. കസൂരി മേത്തി ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ചിക്കനെല്ലാം ഒന്ന് വേവായി വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഈ കറി ഒന്ന് വറ്റിച്ചെടുക്കണം. കറി ഒന്നുകൂടെ തിക്കായി കിട്ടാൻ വേണ്ടി നമുക്കൊരു 5 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ച് ഇത് വേവിക്കാം. അതുപോലെ തുറന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ചിക്കനെല്ലാം ഒന്ന് മറിച്ചിട്ട് ഇടയ്ക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. കറി നല്ലോണം ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ നീളത്തിൽ അരിഞ്ഞു വെച്ച ഇഞ്ചിയാണ്. ഈ ഇഞ്ചി പീസുകൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുഗളൈ ചിക്കൻ കറി ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണിത്. ഇതിൻ്റെ മസാല ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് വെറുതെ പറയുന്നതല്ല, നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഈ ടേസ്റ്റി ആയിട്ടുള്ള മുഗളൈ ചിക്കൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരുവിധം എല്ലാ ഫുഡിലേക്കും കോമ്പിനേഷനായിട്ടുള്ള ഒരു കറിയാണിത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. കമൻറ്റ് സെക്ഷനിലൂടെ
നിങ്ങൾക്ക് ഫീഡ്ബാക്ക് അറിയിക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ഇതിനു മുമ്പുള്ള വീഡിയോസും ഒന്ന് കണ്ടു നോക്കൂ.